CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമരവുമായി കുടുംബം. ബ്രാഞ്ച് സെക്രട്ടറി വീട് വയ്ക്കാൻ അനുവദിക്കില്ലെന്നാരോപിച്ച് തിരൂരങ്ങാടി സ്വദേശി റിയാസ് പൂവാട്ടിലും കുടുംബവുമാണ് സമരം നടത്തുന്നത്. വീട് വയ്ക്കാൻ തറ കെട്ടിയപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തകർത്തെന്നാണ് പരാതി. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, അല്പസമയം മുമ്പാണ് റിയാസ് പൂവാട്ടിലും അവരുടെ കുടുംബവും, ഭാര്യയുണ്ട്, 2 ചെറിയ കുട്ടികളുണ്ട്, 4 പേരടങ്ങുന്ന സമൂഹം CPMന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു സമരം ആരംഭിച്ചിട്ടുള്ളത്. 2017 തിരൂരങ്ങാടി ഭാഗത്ത് ഇദ്ദേഹം 5 സെന്റുള്ള ഒരു ഭൂമി വാങ്ങിയിരുന്നു. ആ ഭൂമിയിൽ വീട് വെക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം നടത്തിയിട്ടുള്ളത്. അവിടെയുള്ള ഒരു സുബൈർ, അദ്ദേഹം ബ്രാഞ്ച് സെക്രട്ടറിയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം വന്നിട്ട് വീട് വെക്കുന്നത് തടയാൻ ശ്രമിക്കുകയും വീടിന്റെ തറ കെട്ടിയ സമയത്ത് അത് തകർക്കുകയും ഈ ഭൂമിയോട് ചേർന്നിട്ടുള്ള കൃഷിഭൂമി ഉണ്ടായിരുന്നു, വാഴ ഉൾപ്പെടെയുള്ള കൃഷി ഉണ്ടായിരുന്നു, അതൊക്കെ നശിപ്പിക്കുകയും ചെയ്തതായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഇതിന്റെ ഭാഗമായി നേരത്തെ തന്നെ പല ആളുകളോടും CPMന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗങ്ങളോട് ഉൾപ്പെടെ പരാതി പറഞ്ഞെങ്കിലും അതിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CPMന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് അദ്ദേഹം കടന്നിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ തേടാം. നിങ്ങൾ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികളൊക്കെ CPMന് നൽകിയിരുന്നു? ഞാൻ CPM ഓഫീസിൽ നൽകിയിട്ടില്ല. CPMന്റെ ആളുകൾക്ക് അവരെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ താന്നൂർ ജയൻ സാറെ ഞാൻ അത് കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനെ കളക്ട്രേറ്റിൽ പരാതി, തരം മാറ്റത്തിനുള്ള പേപ്പറുകളും ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. ഒക്കെ നിരസിക്കുകയാണ്. പക്ഷേ കളക്ട്രേറ്റിലും ഈ വ്യക്തികൾ ഇതിനെതിരെ കോൾ ചെയ്ത് ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് പാർട്ടി സംവിധാനത്തെ ഉപയോഗിച്ച് തടസ്സപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്? നിങ്ങൾ അവിടെ വീട് വെക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്താണ് ബുദ്ധിമുട്ട്? അല്ല, നമ്മൾ വീട് വെക്കണോണ്ട് അവനക്കൊരു പ്രയാസമില്ല. അവൻ്റെ വീട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ്. ഇവൻ നിരന്തരമായിട്ട് അവിടെ വീട് വെക്കാൻ പാടില്ല. ഇവൻ പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഞാൻ വീട് വെക്കണം എന്നാണ് അവൻ്റെ ഉദ്ദേശം. ആരൊക്കെയാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പേരെന്താ? ബ്രാഞ്ച് സെക്രട്ടറിയുടെ പേര് സുബൈർ പട്ടേരിക്കുന്നത്ത്, CPM ബ്രാഞ്ച് സെക്രട്ടറി പാലാബാർക്ക് യൂണിറ്റിലുള്ള ആളാണ്. ഞാനും അതേ ബ്രാഞ്ചിൽ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ ഇവൻ എന്നോട് നിരന്തരമായിട്ട്, വളരെ 2 വർഷമായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്, എൻ്റെ പിന്നാലെ കൂടിയിട്ട്. അയാൾ പണം ആവശ്യപ്പെടുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? അല്ല, ഇയാൾ എന്നോട് പണം ആവശ്യപ്പെട്ടില്ല. വേറെ വ്യക്തികളോട് പണം ആവശ്യപ്പെട്ട കേസുകളും കാര്യങ്ങളൊക്കെ അവിടെ ആളുകൾക്ക് അറിയാവുന്നതാണ്. എന്തു പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഇവൻ ഭീഷണിപ്പെടുത്താണ്, ഇവിടെ വീട് വെക്കാൻ പറ്റൂല, ഇത് ഡാറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമിയാണെന്ന് പറഞ്ഞിട്ടാണ്. ഡാറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമി അവിടെ ഇപ്പോൾ വ്യാപകമായിട്ട് ആ പ്രദേശത്ത് ഒരുപാട് വീടുകളുണ്ട്. 6 വീട് പണികൾ ഇപ്പം നിലവിൽ നടക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾക്ക്, വലിയ വലിയ വീടുകൾക്ക് ഇപ്പം നമ്പർ കിട്ടിയിട്ടുമുണ്ട്. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് NCA വകുപ്പിൻ്റെ അടുത്തും പോയിരുന്നു, മിനിസ്റ്ററുടെ അടുത്തും പോയിരുന്നു, അങ്ങനെ ഭക്ഷ്യസുരക്ഷാ മന്ത്രിയെ കണ്ട്, പിന്നെ K രാജൻ സാറെ കണ്ട്, എല്ലാവർക്കും നിവേദനം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ നേരം ഈ വീടിന്റെ നിർമ്മാണം തുടങ്ങിയിരുന്നു അല്ലേ? ആ വീടിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. ഇപ്പം അങ്ങനെ ഓരോ സെക്ഷൻ തുടങ്ങുമ്പോഴും ഇവൻ വന്നിട്ട് ആദ്യം ഞങ്ങൾ ഫൗണ്ടേഷൻ കീറാനുള്ള കളച്ചു, അതും മണ്ണിട്ട് മൂടി. അതും ഇവൻ ഗൂഢാലോചന നടത്തുന്നതും ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അവന് കൂടി നിൽക്കുന്ന എല്ലാ സംഗതികളും ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ദിലീപ് കുമാർ, ഇത്തരത്തിലുള്ള പരാതികളാണ് എന്തായാലും ഹാരിസ് മുന്നോട്ടേക്ക് വെക്കുന്നത്. എന്തായാലും CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V അനിൽകുമാർ ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇത്തരത്തിലൊരു പരാതി പാർട്ടിയുടെ മുമ്പിൽ നേരത്തെ ഉണ്ടായിരുന്നു. എന്തായാലും CPM പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഈ CPMന്റെ മലപ്പുറം ജില്ലാ എങ്ങനെ പറയാ? 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പറയാന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ പ്രതികരിക്കാൻ തയ്യാറില്ല എന്ന് പറയുന്നത് എന്താ അങ്ങനെ? 5 മിനിറ്റ് കഴിഞ്ഞ് പ്രതികരിക്കാമെന്നാണ് CPIM നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ബ്രാഞ്ച് സെക്രട്ടറിക്ക് പറയാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ശശിയേട്ടനോട് ചോദിച്ചത്. പരാതി മുമ്പ് നിങ്ങൾ പ്രതികരിക്കുകയാണല്ലോ. നമ്മൾ ഈ വിഷയവുമായി ശശിയേട്ടൻ തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അവരോട് പറഞ്ഞത് നിങ്ങളോട് പറയുന്നത്. നമുക്കറിയില്ല അങ്ങനെ ഒരു വിഷയം എന്താണെന്ന്. നമുക്ക് അന്വേഷിക്കാം. അവർക്ക് എന്തെങ്കിലും അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹാരം ഉണ്ടാക്കും, ഒരു സംശയമില്ല. അതിനു മുമ്പ് ഒരു കേസ് കേൾക്കുന്നതിന് മുമ്പ് വിധി പ്രഖ്യാപിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മാന്യമായി മറുപടി പറയുന്ന CPM നേതാക്കൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് വിപരീതമായിട്ടുള്ളൊരു മറുപടി ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെ മറുപടി വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇതിന് കഴിയട്ടെ, നമുക്കൊരു 5 മിനിറ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇയാൾ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം ജില്ലാ കമ്മിറ്റിക്ക് പരാതി ജില്ലാ കമ്മിറ്റി അംഗത്തിന് നൽകിയിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ലെന്ന്. ഇത് താനൂര് മേഖലയിലെ
ഒരു പ്രദേശത്തുള്ള ഒരാളുടെ സഖാവിൻ്റെ പരാതിയാണ്. നമുക്ക് പരാതി കിട്ടിയാൽ നമുക്ക് പരിശോധിക്കാം, എന്താ ഉണ്ടായതെന്ന് നോക്കാം. അതിൽ വല്ല അനീതി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഇടപെടാം, ഒരു സംശയമില്ല. ഓക്കെ, ഞാൻ സമരത്തിൽ തുടങ്ങിയിട്ടല്ലോ, അവരിവിടെ വന്നതാണ്. സമരത്തിലാവുന്നതെന്ന് തന്നെ നമുക്കറിയില്ല. ഞാൻ അവരെ വിളിച്ച് എന്താണോ അവർക്ക് പറയാനുള്ളത് അത് കേൾക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. അവർ കേൾക്കാൻ തയ്യാറായിട്ടില്ല. ഒരു പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആരുടെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഇതറിഞ്ഞു വരില്ലല്ലോ. പത്രക്കാരുടെ ഒരു ജാഗ്രതയെ ഞാൻ മാനിക്കുന്നു. പക്ഷെ ഒരു പ്ലാനിൻ്റെ ഭാഗമായിട്ട് വന്നതായിട്ടാണ് തോന്നുന്നത്. സാധാരണഗതിയിൽ ഇത് സംഭവിക്കുന്നതല്ല, ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്നാലും അതിൽ ശരിയുണ്ടോ, സത്യമുണ്ടോ എങ്കിലും നമ്മൾ പരിശോധിക്കണം. ഒരു സംശയമില്ല. ഏതൊരു മനുഷ്യരും ഒരു കുടുംബമായിട്ടല്ലേ വന്നിരിക്കുന്നത്, കുട്ടികളായിട്ടല്ലേ വന്നിരിക്കുന്നത്. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും നീതി ഉണ്ടെങ്കിൽ, അനീതി അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് തീർപ്പുണ്ടാക്കുക എന്നുള്ളത് ആരുടെയും ചുമതലയാണ്. ഞങ്ങൾ ആ ചുമതല നിർവഹിക്കും. പക്ഷേ ഞാൻ പറയുന്നത് നിഷ്കളങ്കമായൊരു ഏർപ്പാടാണ് ഇതെന്ന് കരുതണ്ട. നിഷ്കളങ്കമായിട്ടാണ് നിങ്ങൾ എന്നോട് ആദ്യം പ്രതിമാറിയെന്നും ഞാൻ കരുതില്ല. എന്റെ കാര്യത്തിൽ അത്തരത്തിലൊരു യാതൊരു തരത്തിലുള്ള പ്ലാനുകളുമില്ല. ശശിയേട്ടൻ ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ്. അല്ല, തമ്മിൽ അത്തരം ഒരു രീതി ആവശ്യമില്ലാന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ. ഞാനും നിങ്ങളും എന്നെ എത്രയോ കാലമായിട്ട് കാണുന്നില്ലേ. ഏതെങ്കിലും കാര്യത്തെ മറച്ചു വെക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾ ഒരു മുൻവിധിയോടുകൂടി സെക്രട്ടേറിയറ്റ് മെമ്പർ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്നൊക്കെ പറയുന്നത് ഒരു 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 പ്ലാൻ ഉണ്ടായി. അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. വിശദീകരണം ഞാൻ നൽകാം തീർച്ചയായിട്ടും. കാരണം അവർ പറയുന്നത് ജില്ലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിരുന്നു എന്നാണ്. ആ പരാതി CPM-ന് ലഭിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം. ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞത് താങ്കൾ അദ്ദേഹം മിനിറ്റ് വയ്യാന്ന് പറഞ്ഞാലോ, ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് മുൻവിധിയാണ്, അത് പാടില്ല. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനുശേഷം ശശിയേട്ടൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഈ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വിശദമായി പറഞ്ഞില്ലേ. ആ ഒരു ഓവർ സ്റ്റെപ്പ് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. ബോധ്യപ്പെട്ടണോ? ഓക്കെ. വീട് വെക്കാൻ അനുവദിക്കുന്നില്ല എന്നാരോപിച്ച് തിരൂരങ്ങാടി സ്വദേശി റിയാസ് പൂവാട്ടിലും കുടുംബവും CPIM-ന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമരം നടത്തുകയാണ്. വീട് വെക്കാൻ തറകെട്ടിയപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തകർത്തെന്നാണ് പരാതി. ഇപ്പോൾ CPIM മലപ്പുറം ജില്ലാ നേതൃത്വത്തിൻ്റെ വിശദീകരണം വരുന്നത് ഈ വിഷയത്തിൽ ഈ സമരം ആസൂത്രിതമെന്ന് CPIM ജില്ലാ നേതൃത്വം പറയുന്നുണ്ട്. വളരെ ആസൂത്രണം ചെയ്താണ് ഈ സ്ഥലത്തേക്ക് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സമരം നടത്താൻ ഇവരെത്തിയത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കും എന്ന കാര്യം കൂടി CPIM ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.